പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പിൽ അവർ രേഖപ്പെടുത്തിയത് കാണാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ധനാഗമന മാർഗങ്ങൾ 3 1 പുസ്തക വിതരണം, പുസ്തക കച്ചവടം. 2 സക്കാത്ത്. 3 സംഭാവന. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വരുമാനം തന്നെ. അവർ ജാഥ നടത്തുന്നത്, സമ്മേളനം നടത്തുന്നത്, ക്യാമ്പയിനുകൾ നടത്തുന്നത് ഒക്കെ വിശ്വാസികളുടെ ഈ സക്കാത്ത് സമാഹരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ലോകത്ത് ഒരു സംഘടനയും അതിൻ്റെ ഭരണഘടനയിൽ സക്കാത്തിനെ വരുമാന മാർഗമായി കണ്ടത് ഉണ്ടാകില്ല. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഓരോരുത്തരും അവരുടെ സക്കാത്ത് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രാദേശിക ബൈത്തുൽ മാലിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ അവരുടെ സക്കാത്തിനെ അവരുടെ പ്രാദേശിക ബൈത്തുൽ മാലിൽ കൊടുക്കണം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രാദേശിക ബൈത്തുൽ മാലിലെ ഭരണഘടനയുടെ അടുത്ത ഖണ്ഡികയിൽ പറയുന്നത്, ഈ പ്രാദേശിക ബൈത്തുൽ മാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സമ്പത്തിനെ ഇനി കേന്ദ്ര ബൈത്തുൽ മാലിൽ ലയിപ്പിക്കേണ്ടതാണ്. അങ്ങനെ കേന്ദ്ര ബൈത്തുൽ മാലിൽ നിന്നും പ്രാദേശിക ബൈത്തുൽ മാലിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിന്, ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സക്കാത്ത് വിനിയോഗിക്കാം എന്ന് ഖണ്ഡിതമായി ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ചില്ലറ കാര്യമല്ല. സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സക്കാത്തിനെ വിനിയോഗിക്കാമെന്ന് ഒരു പ്രസ്ഥാനം അതിൻ്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇത് മറച്ചു, അതിന് ബൈത്തുൽ മാൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണ കാലഘട്ടം മുതൽ അവർക്കുള്ളതാണ്. അവർ കാലങ്ങളായി അവരുടെ സക്കാത്ത് അങ്ങനെ തന്നെയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത കാലത്തായി ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു ശൈലി കൂടി സ്വീകരിച്ചു. സമൂഹത്തിൻ്റെ മുന്നിൽ മറയിടുന്ന വിധത്തിൽ ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് കൂടി രൂപീകരിച്ചു. ഒരു സംഘടനയ്ക്ക് എന്തിനാണ് ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞിട്ടും ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞിട്ടും സക്കാത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, സക്കാത്ത് എടുക്കാൻ വേണ്ടിയിട്ട് 2 സംഘടന അല്ലെങ്കിൽ 2 സംവിധാനം എന്തിനാണ് എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ഒരു സംഘടനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തുൽ മാലുമായി ബന്ധപ്പെട്ട് സമൂഹം തെറ്റിദ്ധരിക്കാവുന്ന വിധത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങളുണ്ട്. ജമാഅത്ത് പ്രവർത്തകരെല്ലാം ബൈത്തുൽ മാലിൽ, ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചിട്ടുള്ള ബൈത്തുൽ മാലിൽ സക്കാത്ത് അടക്കണമെന്നും അങ്ങനെ അത് സംഘടനാ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വിനിയോഗിക്കണമെന്നും ഖണ്ഡിതമായി എഴുതി വെച്ചിട്ടുള്ളതാണ്. അതിനു പുറമെ ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബൈത്തുൽ സക്കാത്ത് എന്ന പേരിൽ ഒരു സംവിധാനവുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്തിറങ്ങിയിട്ടുള്ളത്. സ്വാഭാവികമായും വിശ്വാസികളുടെ സക്കാത്ത് അനർഹമായ രീതിയിൽ അത് വിനിയോഗിക്കപ്പെടുന്ന സമയത്ത് അതേക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമായി വരുന്നു എന്നുള്ളതാണ്.